CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള ആ ഒരു വിവാദകരമായ പെനാൽറ്റിയെ തുടർന്നുകൊണ്ട് ഇന്ത്യയിലെ ചീഫ് റെഫറി ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് ISLിലെ തന്നെ സൂപ്പർ താരമായിട്ടുള്ള ജാമി മെക്ലാരൻ എന്തുകൊണ്ട് മോഹൻ ബഗാൻ തിരഞ്ഞെടുത്തു എന്നതിനുള്ള ചോദ്യത്തിന്റെ അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇതൊരു വലിയ ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നുള്ളത്, ഒരു വലിയ സംഘടന കൂടിയാണിത്. കൂടാതെ ഞങ്ങളുടെ ഹോം ഗെയിമായ സ്റ്റേഡിയത്തിലേക്ക് നടക്കുമ്പോഴുള്ള ഒരു വികാരം ഇതുവരെയായിട്ടും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഞങ്ങളുടെ മനസ്സിൽ അത് വലിയൊരു സ്ഥാനം തന്നെയാണ്. അത് എല്ലായ്പ്പോഴും വിജയിക്കുന്നതും ഒരു നിലവാരം പുലർത്തുന്നതും തന്നെയാണ്. ആരാധകർ ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. 30,000-ലധികം ആരാധകരെ ലഭിക്കുന്നത് ഒരു ഉയർന്ന പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് പന്ത് തട്ടുന്നതും. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെയാണ് എന്തുകൊണ്ട് മോഹൻ ബഗാനിലേക്ക്, അഥവാ എന്തുകൊണ്ടാണ് മോഹൻ ബഗാനിൽ കളിക്കുന്നത് എന്ന ചോദ്യത്തിന് ജാമി മെക്ലാരൻ എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫോർവേഡ് താരം പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിലെ ആ ഒരു ഹാൻഡ് ബോളിനെ വിധിച്ചതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരെ ഹൈദരാബാദിന് ഒരു പെനാൾട്ടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ നല്ല രീതിയിൽ തന്നെ ഗോളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും റെഫറിങ്ങിന്റെ ആ ഒരു തെറ്റായ തീരുമാനത്തെ തുടർന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ചീഫ് റെഫറി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ ചീഫ് റെഫറിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇന്ത്യയിലെ നിലവിലെ റഫറിങ്ങിൽ നല്ല രീതിയിൽ പുരോഗമനം ഉണ്ട് എന്നും ചിലപ്പോഴൊക്കെ ഫുട്ബോൾ താരങ്ങൾക്ക് പിഴക്കുന്നത് പോലെ തന്നെ റഫറിമാർക്കും പിഴച്ചേക്കാമെന്നും, കൂടാതെ തന്നെ അടുത്ത സീസൺ വാർ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യൻ റഫറി ഉയർന്ന നിലവാരത്തിൽ എത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ചധികം നാളുകളായി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വാർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം കാലമായി കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സീസണിലെയൊക്കെ മത്സരം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള ആ ഒരു നോക്കൌട്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കാരണം കൊണ്ട് തന്നെ അവരെല്ലാവരും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ് വാർ വരും എന്നൊക്കെ. പക്ഷേ ഇതുവരെ ആയിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ വാർ എത്തിയിട്ടില്ല. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ആ ഒരു ബ്ലാസ്റ്റേഴ്സിലെ താരത്തെ കുറിച്ചുമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ 8 മത്സരങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായി പോയിന്റ് പട്ടികയിൽ പിന്നിലെ സ്ഥാനത്താണ്, അഥവാ കുറെ ബാക്കിലായിട്ടാണുള്ളത്. ഇത്തവണ മോശം തുടക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ താരം പോലും ഈ ഒരു സീസണിൽ ഗോൾ സ്കോർ ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ തങ്ങളുടെ ഫോമില്ലായ്മ പ്രധാന പ്രശ്നം കൂടിയായി ബാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ KP വളരെ മോശം പെർഫോമൻസിലാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ലെവലിൽ രാഹുൽ KPക്ക് നിലവിൽ സ്ഥാനമൊന്നുമില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുമുണ്ട്. കൂടാതെ തന്നെ താരത്തിൻ്റെ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ, അഥവാ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു സീസണിൽ 7 മത്സരം കളിച്ചുവെങ്കിലും ഒരു ഗോളും ഒരു അസിസ്റ്റും താരത്തിന് സ്വന്തമാക്കാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. 2019 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി കളിക്കുന്ന ഈ ഒരു താരം 7 ഗോളുകൾ മാത്രമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുത്തിട്ടുള്ളതും താരം സ്വന്തമാക്കിയിട്ടുള്ളതും. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി അവസാനമായി കളിച്ച 34 മത്സരങ്ങളിൽ നിന്നും രാഹുൽ KP സ്വന്തമാക്കിയത് ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമാണ്. ഏതായാലും എനിവേ രാഹുൽ KP ഈ ഒരു സീസൺ നല്ല രീതിയിൽ ഫോം ഔട്ട് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഏതായാലും ഇതിലും പുതിയ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.